Welcome to Madhuraksharam, and we are so happy and honored to have with us a very esteemed personality. We have with us Sri Naveen Dayananda Pai, who is an esteemed member of the Konkani Sahitya Academy, which comes under the Ministry of Culture, the Government of Kerala. So we are very, very honored to have you with us today, and we would love to hear your thoughts on Onam. Why is Onam so important universally, not just to Keralites but to the whole world, and your experiences of Onam in the community and in Kerala in particular. And I just want to add one more thing, that Sir also happens to be the secretary of the Prabodha Trust in Cochin, and he will tell us a little more about that after he goes through the questions related to Onam. Those of you who haven't subscribed yet to this podcast, I would request you hit the subscribe button and then continue listening to us as we bring you all the information and insights we have from an eminent personality. And now it's over to him. Sir, over to you, sir. I think I can speak in Malayalam. Absolutely, sir. Because it is basically a Malayalis festival. Definitely. Let's So it started from Kerala. So Absolutely. I will switch over to Malayalam. Sure, sir. Sure, sir. സോ മലയാള നാട്ടിൽ, അതായത് കേരളത്തിലെ ഒരു ഉത്സവമായിട്ടാണ് ഓണം തുടങ്ങിയത്. പക്ഷെ ഇന്ന് ഒരു ദേശീയ ഉത്സവമാണ്. അതായത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് പോയ ഒരുപാട് ജനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും എല്ലാം ഇന്ന് ഓണം ആഘോഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഓണം സർവ്വദേശീയമായിട്ട് ആഘോഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെയധികം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സാധാരണഗതിയിൽ ദീപാവലി നമ്മൾ ആചരിക്കുന്നത് അല്ലെങ്കിൽ അത് ആഘോഷിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ മാത്രമാണ്, ഒരു പ്രത്യേക സമുദായാംഗങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതങ്ങനെയല്ല. ഇത് ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഒരു ഉത്സവമല്ല, ഒരു സമൂഹത്തിൻ്റെ മൊത്തമായിട്ടുള്ളൊരു ഉത്സവമാണ്. അതായത് ഒരു തുല്യതയുടെ ഉത്സവമാണ്. ആ സങ്കല്പത്തിലാണ് ഈ ഉത്സവത്തിൻ്റെ, ഈ ഓണം ഫെസ്റ്റിവലിൻ്റെ തന്നെ തുടക്കം. കാരണം ഇവിടെ കേരളം എന്നുള്ളൊരു ചെറിയ നാടുണ്ടായിരുന്നു. ആ നാട്ടിൽ എല്ലാവിധ സമൃദ്ധിയും ഉണ്ടായിരുന്നു. മാത്രമല്ല ആ നാട്ടിൽ തുല്യമായിട്ട് മനുഷ്യരെ കണ്ടിരുന്നു. എല്ലാവരും കളവുമില്ല, ചതിവുമില്ല, വഞ്ചനയില്ലാത്തൊരു കാലമായിരുന്നു. മനുഷ്യരെല്ലാവരും തുല്യമായിട്ട് ജീവിക്കുന്നൊരു കാലമായിരുന്നു എന്നുള്ളൊരു പാട്ട് തന്നെ സഹോദരനയ്യപ്പനാണത് പാടിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആണ് ഓണത്തിൻ്റെ ഉത്ഭവം തന്നെ. അപ്പോൾ കേരളത്തിൽ ഇന്നും ആ തുല്യത എന്നുള്ള വാക്കിന്, അല്ലെങ്കിൽ ആ വലിയൊരു വാക്കിന് ഇന്നും വലിയ പ്രസക്തിയുണ്ട്. ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു മാനം തന്നെ വരുന്നു. അത് ലോകം മുഴുവൻ വ്യാപിക്കട്ടെ എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. മനുഷ്യരെല്ലാവരും തുല്യരാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ നമ്മളെല്ലാവരും മനുഷ്യരാണ്. അതിൽ ജാതിയോ മതമോ ഒന്നും തന്നെ പാടില്ല. അപ്പോൾ ആ നിലയ്ക്കാണ് ഈ ഓണം ആഘോഷിക്കുന്നത്. അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അങ്ങനെ ഐതിഹ്യങ്ങളും ഇതിൻ്റെ പുറകിൽ പലതുമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇവിടെ മഹാബലി എന്നൊരു ചക്രവർത്തി ഇവിടെ നാട് ഭരിച്ചിരുന്നു. ആ കാലത്ത് അസുര ചക്രവർത്തിയായിരുന്നു എന്നാണ് പറയുന്നത്. അസുരന്മാരും ദേവന്മാരും ശത്രുക്കളായിരുന്നു എന്നുള്ളതാണല്ലോ സങ്കല്പം. അപ്പോൾ അതെല്ലാം ഐതിഹ്യങ്ങൾ മാത്രമാണ്. എന്നിരുന്നാലും അതിൽ നിന്നും നമുക്ക് ചില നല്ല കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ദേവന്മാർ ദേവലോകത്തിരുന്നു കൊണ്ട് ഇങ്ങനെ കേരളം എന്ന് പറഞ്ഞൊരു കൊച്ചു പ്രദേശത്ത് ഇവിടെ എന്തൊക്കെ നടക്കുന്നു, സ്വർഗത്തിലേക്കാളും വളരെ നല്ല രീതിയിൽ ഒരു നാട് ഭരിക്കുന്ന ഒരു മഹാരാജാവ്. അത് കണ്ട് അസൂയ പൂണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളെക്കാളും നന്നായിട്ട് ഭരിക്കാൻ പറ്റിയ ഒരു മനുഷ്യൻ, ഒരു അസുരൻ ഈ രാജ്യത്തുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു അസൂയ പൂണ്ട് ഇവിടെ അന്വേഷിച്ച് വരികയാണ്. ആര്? മഹാവിഷ്ണു വരുന്നത് വേഷം മാറിയാണ് വരുന്നത്. വളരെ പൊക്കം കുറഞ്ഞ ഒരു ആളായിട്ടാണ് വരുന്നത്, അവർ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനെ വന്ന് ഇങ്ങനെ മഹാബലിയെ കാണുന്നു. മഹാബലിയെ കണ്ടിട്ട് ചോദിക്കുന്നു, ഏതെങ്കിലും തരത്തിൽ ഒരു ചതിയിൽ പെടുത്തി ഇദ്ദേഹത്തെ ഈ രാജ്യഭരണത്തിൽ നിന്ന് മാറ്റണം എന്നുള്ള ഒരു ഗൂഢാലോചന തന്നെയാണെന്ന് പറയാം, ഐതിഹ്യം ശരിയാണെങ്കിൽ. അപ്പോൾ
അങ്ങനെ വന്നിട്ട് ഈ മഹാവിഷ്ണു വേഷം മാറി വന്നിട്ട് മഹാബലിയോട് ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങൾ 3 അടി മണ്ണ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു 3 അടി മണ്ണല്ലേ, അതിനിപ്പോൾ എന്താ പ്രശ്നമുള്ളത് എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹം മഹാബലി രാജാവ് ഉടനെ തന്നെ 3 അടി മണ്ണ് അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുകയാണ്. ആ അനുവദിച്ചു കൊടുത്തിട്ട് ഈ 3 അടി മണ്ണ് അളക്കാനായിട്ട് ഈ ഇദ്ദേഹം മഹാവിഷ്ണു തുടങ്ങിയപ്പോൾ തന്നെ മഹാവിഷ്ണു, അതായത് വാമനന്റെ രൂപം വലിയൊരു രൂപമായിട്ട് മാറി ആകാശവും ഭൂമിയും ഈ 2 അടി കൊണ്ട് തന്നെ അളന്നു കഴിഞ്ഞു. പിന്നെ 1 അടിയുണ്ട്, അതെന്ത് ചെയ്യണം, അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ അപ്പോഴും പിടിച്ചാൽ കിട്ടുന്നില്ല ഈ മഹാബലിയെ. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ തലയിലൊന്ന് കാല് വെച്ചോട്ടെ എന്ന് റിക്വസ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്തപ്പോൾ ഇദ്ദേഹം ഉദാരമതിയാണ്, എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് കാണുന്ന മനുഷ്യനാണ്. രാജാവെന്നോ പ്രജയെന്നോ അങ്ങനെ വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ മനുഷ്യരായിട്ട് കാണുന്ന ഒരു എല്ലാവരും മനുഷ്യരാണെന്ന് കാണുന്ന ഒരു രാജാവാണ് അദ്ദേഹം. ശരി, വെച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വലിയൊരു രൂപമായിരുന്ന മഹാവിഷ്ണു ഈ നമ്മുടെ മഹാബലിയുടെ തലയിൽ കാല് വെച്ചിട്ട് ഭൂമിയുടെ താഴെ പാതാളത്തിലേക്ക് താഴ്ത്തുകയാണ്. അങ്ങനെ താഴ്ത്തുമ്പോൾ തന്നെ പറഞ്ഞു, താങ്കൾക്ക് വർഷത്തിലൊരിക്കൽ ഇവിടെ വന്ന് നിങ്ങളുടെ പ്രജകളെ കാണാവുന്നതാണ്. ആ ദിവസമാണ്, ആ കാണാവുന്ന മഹാബലി വരുന്ന ഒരു ദിവസമാണ് ഈ ഓണം, തിരുവോണം എന്നുള്ള സങ്കല്പം. അതൊരു ഐതിഹ്യമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ദൈവങ്ങൾക്ക് പോലും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് ദൈവങ്ങൾക്ക് പോലും അസൂയ തോന്നുന്നൊരു സ്ഥലമായിരുന്നു, ഒരു രാജ്യമായിരുന്നു കേരളം. ഒരു രാജ്യം തന്നെ പറയാം, അല്ലെങ്കിൽ സംസ്ഥാനമായിരുന്നു കേരളം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇന്നും ഒരു തുല്യതയ്ക്കൊരു പ്രാധാന്യമുണ്ട്. ഈക്വാലിറ്റി, മനുഷ്യർ എല്ലാം തുല്യരാണെന്നുള്ള ഒരു സങ്കല്പത്തിന് ഒരു പ്രാധാന്യമുണ്ട്. അങ്ങനെ ഇവിടെ എല്ലാവരും, എല്ലാ ജാതി മതസ്ഥരും, ഇന്ന് മത വിഭാഗമെന്നോ മറ്റ് ജാതിക്കാരെന്നോ ഒന്നുമില്ലാതെ എല്ലാവരും ഒരേപോലെ ആചരിക്കുന്ന ഒരു ഉത്സവം, ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഈ ഓണം. പിന്നെ അതുകൂടാതെ വേറൊരു സങ്കല്പം കൂടിയുണ്ട് ഓണത്തിന്. അതായത് ഒരു ഉത്സവം, ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയും. ഫാർമേഴ്സിന്റെ അതിന്റെ ഒരു കാര്യം, അതും ഒരു ശരിയാവാം എന്നാണ് തോന്നുന്നത്. ഇതൊരു ഐതിഹ്യം ഒരു ഭാഗത്തുണ്ടെങ്കിലും അതിലൊരു സത്യം കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം നമുക്കറിയാം കേരളത്തിലെ കാലാവസ്ഥ, കർക്കിടകം, മിഥുനം, ഇങ്ങനെ 2 മാസങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം ഇവിടെയൊക്കെ വലിയ മഴ, ഈ കർക്കിടക മാസത്തിലൊക്കെ വലിയ മഴ പെയ്യുന്ന കാലഘട്ടമാണ്. ആളുകൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. കൃഷിക്കാർ, അന്നൊക്കെ അധികം കൃഷിയാണല്ലോ, കൃഷിയാണ് കേരളത്തിലും ഉണ്ടായിരുന്നത്. ഇന്ന് പല മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും കൃഷി ഇല്ല, വരുമാനമില്ല, തൊഴിലില്ല. അങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഉലുവക്കഞ്ഞിയും അങ്ങനെയുള്ള കാര്യങ്ങൾ, തണുപ്പിനെയൊക്കെ അതിജീവിക്കാനായിട്ട് കർക്കിടകക്കഞ്ഞിയും അതെ, അതെല്ലാം കഴിച്ച് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം. ഒന്നിനും പുറത്തു പോകാൻ പറ്റില്ല, പണിയെടുക്കാൻ പറ്റില്ല, വരുമാനമില്ല, ദാരിദ്ര്യം, ഇതെല്ലാം സാഹചര്യം കഴിഞ്ഞിട്ട് ഈ കാലാവസ്ഥയൊക്കെ മാറി നല്ല രീതിയിൽ വെയിൽ വരികയും പിന്നെ ഈ ഹാർവെസ്റ്റ്, അതായത് എന്താണ് പറയുക, വിളവെടുപ്പ് തുടങ്ങുകയും ചെയ്യുന്ന ഒരു സീസണാണ് ഈ ഓണത്തിൻ്റെ സീസൺ തുടങ്ങുന്നത്. അതായത് ചിങ്ങപ്പുലരി. ആ ചിങ്ങപ്പുലരി മാസത്തിന്റെ തുടക്കമാണ് നമ്മൾ ഈ ഓണമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നത്. അതും ഒരു സങ്കല്പം ശരിയാണ്. കാരണം നമ്മൾ ഒരു നല്ല സാഹചര്യത്തിലേക്ക് വരുന്നു, ആളുകൾ പണിയെടുത്തു തുടങ്ങുന്നു, അധ്വാനിച്ചു തുടങ്ങുന്നു, വരുമാനം വരുന്നു. അങ്ങനെ ഒരു നല്ല സമൃദ്ധിയിലേക്ക് ആ വർഷം മുഴുവൻ നടന്നു നീങ്ങുന്നു. അപ്പോൾ ആ ഒരു വലിയ സന്തോഷത്തോട് ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അപ്പോൾ ഈ 2 സങ്കല്പങ്ങളും കൂടി ചേർന്നതാണ്. എന്തായാലും 2 സങ്കല്പങ്ങൾക്കും ഈ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ എല്ലാം തന്നെ തുല്യ പ്രാധാന്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ കേരളം ഒരു സമ്പന്നമായ ഒരു സ്ഥലമായിരുന്നു, സാംസ്കാരികമായിട്ട് തുല്യത ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ദൈവങ്ങൾക്ക് പോലും അസൂയ തോന്നുന്ന ഒരു പ്രദേശമായിരുന്നു. കാരണം സാധാരണ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോഡ്സ് ഓൺ കൺട്രി അല്ല, ഗോഡ്സിന് തന്നെ അസൂയ തോന്നിയ ഒരു കൺട്രിയാണ്, നമ്മുടെ സംസ്ഥാനമാണ്